വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. പ്രേമീസ് ആണ്. അപ്പൊ എല്ലാവരും ഫിസിക്സ് എക്സാം ടഫ് ആയതിന്റെ വളരെയധികം വിഷമത്തിൽ ഇരിക്കുകയാണ് എങ്കിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തന്നെ തുടങ്ങാം. വേറൊന്നുമല്ല, ഫിസിക്സ് നിങ്ങൾക്ക് മോഡലിന് കുറച്ച് എളുപ്പമായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഈ ഒരു എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പൊ ബയോളജിയും കുറച്ചധികം സ്റ്റാൻഡേർഡ് ലെവൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടോപ്പിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. 1 മാർക്ക് ആയിക്കോട്ടെ, 2 മാർക്ക് ആയിക്കോട്ടെ, 3 മാർക്ക് ആയിക്കോട്ടെ, ഏതൊരു മാർക്ക് ബേസ് എടുത്താലും അത് നല്ല ഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾ ആലോചിച്ചാലേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം കുറച്ചധികം സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് വരുന്ന കണ്ടന്റ് വീഡിയോസും എല്ലാ ഷോർട്സും ലൈവിലെ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് തന്നെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് ഡയഗ്രാംസ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ബോട്ടണി എന്ന് പറയുന്ന ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഓൾ ചാപ്റ്റേഴ്സ് കുറേ പേര് കഴിഞ്ഞ വീഡിയോസിൽ വെച്ചിരുന്നു മിസ്സേ ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യനും വേണമെന്ന്. അപ്പം ഇതിൽ നിന്ന് വരുന്ന ബാക്കി ചാപ്റ്റേഴ്സിൽ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി ആണെങ്കിൽ ഇതാ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, വളരെ സിമ്പിളായി പോകും. എന്നാലും നമ്മൾ എന്തും കരുതിയിരിക്കണം അല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ഫിഗർ പഠിച്ചു വെക്കണം. നമുക്കറിയാം മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്. ഇതിൽ തന്നെ ഫ്ലവർ ആണ് ഒരു പ്ലാന്റിന്റെ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ആൻജിയോസ്പേംസിലാണ് നമ്മൾ ഫ്ലവർ കാണുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫീമെയിൽ പാർട്ട്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ആൻഡ് മെയിൽ പാർട്ട് നമ്മുടെ ആൻട്രീഷ്യത്തിൽ നിങ്ങൾക്ക് ഒരു സിംഗിൾ യൂണിറ്റൈസ് സ്റ്റേമൻ എന്ന് പറയാം. അതിലാണ് ആന്തർ ആൻഡ് ഫിലമെന്റ് ഉള്ളത്. അപ്പം സ്റ്റേമൻ ആണ് മെയിൽ പാർട്ട്, പിസ്റ്റിലാണ് ഇത് ഫീമെയിൽ പാർട്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ദെൻ സ്ട്രക്ചർ ഓഫ് ആന്തറിലേക്ക് നമ്മൾ പോകുമ്പോൾ, സ്ട്രക്ചർ ഓഫ് ആന്തർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഈ ഒരു ഡയഗ്രാം. ഓൾറെഡി നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിന് നല്ലോണം വരച്ച് പഠിച്ചിട്ടുണ്ടാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, തിയറി എക്സാമിനും വരായികയില്ല. അതുകൊണ്ട് നോക്കുക, സ്ട്രക്ചർ ഓഫ് ആന്തർ ലേബൽ ചെയ്യാനാണ് പഠിക്കേണ്ടത്. സെൻറ്ററിൽ നിങ്ങൾക്ക് കണക്റ്റീവ് കാണാം. ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, സെൻറ്ററിൽ എൻഡോത്തീഷ്യം, ഏറ്റവും ഉള്ളിലത്തെ ലെയർ ആയിട്ട് ടപ്പീറ്റം, അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സ്പോറോജീനസ് ടിഷ്യൂ ഉള്ളത്. ഇനി ഈ ഡയഗ്രാമാ തന്നതെങ്കിലും എഴുതാൻ പറ്റുമല്ലോ. ഔട്ടർമോസ്റ്റ് ലെയർ എപ്പിഡെർമിസ്, പിന്നെ തൊട്ട് താഴെ എൻഡോത്തീഷ്യം, ഇവിടെ മിഡിൽ ലെയേഴ്സ്, ആൻഡ് ദിസ് ഇസ് മൈക്രോസ്പോർ മദർ സെൽ, ആൻഡ് ഇതാണ് നമ്മുടെ ടപ്പീറ്റം എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചർ നല്ലോണം പഠിക്കണം, ലേബൽ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ വരിക. പിന്നെ ഇവിടെ തന്നെ നമുക്കറിയാം നമ്മുടെ ഫിലമെന്റ് ആന്തർ കണക്റ്റീവ് ആണ് പോർഷൻസ് വരുന്നത്. പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഈ ആന്തറിന്റെ ഉള്ളിലാണ് കാണുന്നത്. അതിന്റെ സ്റ്റോക്ക് പോർഷൻ ആണ് ഇത് ഫിലമെന്റ് എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചറും നിങ്ങൾ പഠിച്ചു വെക്കണം. ഔട്ടർമോസ്റ്റ് ലെയർ എന്താണ്, എക്സൈൻ ആണ്. ഇന്നർ മോസ്റ്റ് ലെയർ ഇൻറ്റൈൻ ആണ്. ആൻഡ് സ്പോറോപോളനിൻ എന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ടപ്പീറ്റിൽ നിന്നുണ്ടായതാണ്. ആൻഡ് ഇൻറ്റൈൻ എന്ന് പറയുന്നത് പെക്ടോസെല്ലോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മൈക്രോസ്പോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാമാണ് ഈ ഒരു പിക്ചർ. ഇവിടെ നിങ്ങൾക്ക് വാക്യൂൾസ് കാണാം, ന്യൂക്ലിയസ് കാണാം. ഈ ഡയഗ്രാം തന്നിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇതാ ഈ ഒരു ഫിഗറിനെ നമ്മൾ അസിമെട്രിക് സ്പിൻറ്റിൽ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ലാർജ് പോർഷനാണ് വെജിറ്റേറ്റീവ് സെല്ല്, താഴെ നിങ്ങൾക്ക് ജനറേറ്റീവ് സെല്ലും കാണാം. ഓക്കെ, അപ്പം ഈ ഭാഗങ്ങൾ മനസ്സിലാക്കി വെക്കുക. പോളനേഷൻ നടന്നു കഴിയുമ്പോൾ ജനറേറ്റീവ് സെല്ലിൽ നിന്നാണ് മെയിൽ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആദ്യത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എ എന്ന് പറയുന്നത് എന്താ, ഡിസെക്റ്റഡ് ഫ്ലവർ ഓഫ് ഹിബിസ്കസ് ആണ്. ഹിബിസ്കസിന്റെ പെസ്റ്റിലാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. ഇതിൽ തന്നെ നമുക്ക് കാണാം സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി, ആൻഡ് ഇവിടെ തലാമസ്. ഇനി ബി എന്ന് പറയുന്നത് മൾട്ടി കാർപ്പലറി സിങ്കാർപ്പസ് പെസ്റ്റിലാണ് തന്നിട്ടുള്ളത്. മൾട്ടി കാർപ്പലറി സിങ്കാർപ്പസ്, സിങ്ക് എന്ന് പറഞ്ഞാൽ ഫ്യൂസ്ഡ് ആണെന്ന് ഓർത്ത് വെക്കണം. ആൻഡ് ഇവിടെ സി തന്നിട്ടുണ്ട് മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ് ആണ്. ഇവിടെ കാർപ്പൽസ് ഫ്രീ ആയിട്ടാണുള്ളത്. ആൻഡ് ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം ടിപ്പിക്കൽ അനാട്രോപ്പസ് ഒബ്യൂൾ അല്ലെ. അനാട്രോപ്പസിന്റെ ഒബ്യൂൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഞാൻ മുന്നേ നിങ്ങൾക്ക് ഡയഗ്രാം ക്വസ്റ്റ്യൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ് ഹൈലം. ആൻഡ് ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് കാണാം ഫ്യൂണിക്കൽ. ഇതാണ് മൈക്രോ പൈലാർ എൻഡ്, ഇതാണ് മൈക്രോ പൈലാർ പോൾ എന്ന് പറയുന്നത്. ഔട്ടർ ഇൻറ്റഗ്യുമെന്റ്, ഇന്നർ ഇൻറ്റഗ്യുമെന്റ്, ഇവിടെ ന്യൂസെല്ലസ് കാണാം. സെന്ററിലാണ് നമ്മുടെ എംബ്രിയോസാക്ക് ഉള്ളത്. ആൻഡ് ആന്റിപോഡൽസ് കാണുന്ന ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ചലാസൽ പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആന്റിപോഡൽസ് ചലാസൽ എൻഡിലും മൈക്രോ പൈലാർ എൻഡിലാണ് നമ്മുടെ എഗ് അപ്പാരറ്റസും കാണുന്നത്. അത് ഓർത്ത് വെക്കുക. എംബ്രിയോന്റെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മളിതാ ഒബ്യൂളിലേക്ക് വരുമ്പോൾ പോളൻ ട്യൂബ്സ് ഇവിടെ നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്നുവല്ലോ അല്ലെ. പോളൻ ഗ്രെയിൻ നമ്മുടെ സ്റ്റിഗ്മയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ പോളൻ ട്യൂബ് ജെർമിനേഷൻ നടക്കുന്നു. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മെയിൽ ജോം സെൽ ഉള്ളത്. ഫിലിഫോം അപ്പാരറ്റസ് കൊടുക്കുന്ന ആ ഒരു കീമോട്രോപ്പിസം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കെമിക്കൽ എനർജി വഴിയാണ് മെയിൽ ഗമേറ്റ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ആൻഡ് അതെന്ത് ചെയ്യുന്നു, നമ്മുടെ എഗ്ഗും അതുപോലെ തന്നെ സെൻട്രൽ ന്യൂക്ലിയുമായിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്. ദെൻ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം
7 celled and 8 nucleated സ്ട്രക്ചർ ആണ് എന്ത് നമ്മുടെ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ 3 ആന്റിപോഡൽസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ 2 സിനർജിഡ്സ്, അവിടെയാണ് ഫിംഗർ ലൈക്ക് അപ്പൻഡേജസ് കാണുന്ന സിനർജിഡ്സ്, ഫിലിഫോം അപ്പാരറ്റസ്. പിന്നെ ഇതാണ് നമ്മുടെ എഗ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ സെൻട്രൽ സെൽ. സെൻട്രൽ സെല്ലിന്റെ ഉള്ളിൽ 2 പോളാർ ന്യൂക്ലിയ. അങ്ങനെ 7 സെല്ലും 8 ന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചറുമാണ് കൊടുത്തിട്ടുള്ളത്. പോളൻ ട്യൂബ് ജെർമിനേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, ലോഞ്ചിറ്റ്യൂഡിലെ സെക്ഷൻ ഓഫ് ഫ്ലവർ കാണുമ്പോൾ ഈ പോളൻ ട്യൂബ് വന്നിരുന്നു, ഒന്ന് ഇവിടേക്കുമാണ് മെയിൽ ഗമേറ്റ് ഫ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, മെയിൽ ഗമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, അടുത്തത് പോളാർ ന്യൂക്ലിയമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫിഗറും ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഓർത്തോളം സെൻട്രൽ എഗ് ന്യൂക്ലിയസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതാണ് പ്ലാസ്മ മെംബ്രെയിൻ, സിനർജിഡ്, ഫിലിഫോം അപ്പാരറ്റസ്. ഇവിടെ നമ്മുടെ 2 മെയിൽ ഗമേറ്റ് കാണാം, വെജിറ്റേറ്റീവ് ന്യൂക്ലിയസ്. ആൻഡ് ഇതാണ് മെയിൽ ഗമേറ്റ് ഈ പിക്ചറിൽ, ഇതാണ് പോളാർ ന്യൂക്ലിയസ്. അപ്പോൾ 2 ഫിഗറും ലേബൽ ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ്, മറന്നു പോകരുത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എപ്പോഴും ചോദിക്കുന്നതാണ് എംബ്രിയോ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം പ്രോ എംബ്രിയോ ഉണ്ട്, ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ട്, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ ഉണ്ട്, മെച്വർ എംബ്രിയോ ഉണ്ട്. അതിൽ ഇവിടെ സൈഗോട്ടാണ്, സൈഗോട്ടിൽ നിന്ന് പിന്നെ ഗ്ലോബുലാർ ഷേപ്പ്, ഹാർട്ട് ഷേപ്ഡ്, ഇതാണ് സസ്പെൻസർ, റാഡിക്കൽ, കോട്ടിലിഡൻ, പ്ലിമ്യൂൾ. അപ്പം മെച്വർ എംബ്രിയോയുടെ സ്ട്രക്ചർ കാണാലോ, റാഡിക്കൽ, 2 കോട്ടിലിഡൻ, ആൻഡ് ഇവിടെയാണ് പ്ലിമ്യൂൾ വരുന്നത്. അപ്പം ഒരു ഡയഗ്രാം നിങ്ങൾ മിസ്സാക്കരുത്. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡയഗ്രാം പഠിച്ചു പോകാം, എസ്പെഷ്യലി ഒരു സമയം നിങ്ങൾ കൊടുക്കേണ്ടതില്ല. ആൻഡ് ഇതാണ് ഡീജനറേറ്റിംഗ്, സിനർജിഡ്സ് ഡീജനറേറ്റ് ചെയ്യുന്നു, ഇവിടെ ആന്റിപോഡൽസ് ഡീജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ പ്രൈമറി എൻഡോസ്പേം സെല്ല് അല്ലേ. നമ്മൾ പഠിക്കുന്നുണ്ട് ട്രിപ്പിൾ ഫ്യൂഷൻ കഴിഞ്ഞ് ഒരു മെയിൽ ഗാമീറ്റ് 2 പോളാർ ന്യൂക്ലിയം കൂടെ ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് ഉണ്ടാകുന്നത്. ആ പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് ഇവിടെ കാണുന്നത്. ഇതാണ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം മനസ്സിലായി. ഇനി നമ്മൾ ബയോടെക്നോളജിയിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് റെസ്ട്രിക്ഷൻ എൻഡ് ന്യൂക്ലിയേസസ് എന്ന് പറയുന്ന എൻസൈം. അപ്പം ന്യൂക്ലിയേസസ് എന്ന ഗ്രൂപ്പ് ഓഫ് ക്ലാസ് ഓഫ് എൻസൈംസിൽ വരുന്നതാണ് റെസ്ട്രിക്ഷൻ എൻസൈംസ്. അതിൽ എക്സോ ന്യൂക്ലിയേസസും ഉണ്ട്, എൻഡോ ന്യൂക്ലിയേസസും ഉണ്ട്. നിങ്ങൾ ഒരു DNA പഠിക്കുമ്പം DNA ഇൻ ബിറ്റ്വീൻ സ്റ്റാൻഡിൽ വന്ന് കട്ട് ചെയ്യാൻ കഴിവുള്ള, റെക്കഗ്നൈഷൻ സൈറ്റിൽ പോയിട്ട് കട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ത് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്നാൽ റെസ്ട്രിക്ഷൻ എക്സോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിലാണ് കട്ട് ചെയ്യാനുള്ള കഴിവുള്ളത്. സോ അങ്ങനെ ഒരു 1 മാർക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പഠിക്കണം. എൻസിൽ കട്ട് ചെയ്യുന്നതാണ് എക്സോ ന്യൂക്ലിയസ്, ഇൻ ബിറ്റ്വീനിൽ റെക്കഗ്നൈഷൻ സൈറ്റിൽ പോയി കട്ട് ചെയ്യുന്നതാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇതേ ഡയഗ്രാം തന്നിട്ട് ഇത് എന്തിൻ്റെയാണെന്ന് ചോദിക്കാം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം പാലൻറ്റോമിക് സീക്വൻസ് ഇവിടെ തന്നിട്ടുണ്ട്. എൻസൈം കട്ട് ബോത്ത് DNA സ്ട്രാൻഡ്, ആൻഡ് ഇത് വെക്റ്റർ DNA ആണ്, ഇത് ഫോറിൻ DNA ആണ്. ഈ ഫിഗർ തന്നിട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെച്ചോളാം. ഈ റെഡ് കളറിൽ കാണുന്ന ഫോറിൻ DNA വെക്റ്റർ DNA ആണ്, ബ്ലാക്ക് കളറിൽ കാണുന്നത് ഫോറിൻ DNA ആണ്. ആൻഡ് ഇവിടെ ഇക്കോ R1 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്റ്റിക്കി എൻഡ്സ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റിക്കി എൻഡ്സും ഈ സ്റ്റിക്കി എൻഡും കൂടെ ഫോം ചെയ്ത് ഉണ്ടാവുന്നത് എന്താണ് റീകോമ്പിനന്റ് DNA ആണ്. അപ്പോൾ ഈ ഭാഗത്തും ലേബൽ ചെയ്യാനുള്ളത് പഠിച്ചു വെക്കാം. ഫോറിൻ DNA GAATTC ആണ്, ആൻഡ് ഇക്കോ R1 ആണ് കട്ട് ദ DNA ബിറ്റ്വീൻ ബേസസ്. ജീൻ്റെയും എൻ്റെയും സ്പെസിഫിക് സൈറ്റിൽ പോയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം ഇവിടെ ഒരു കട്ട് ഉണ്ടാകും, ഇവിടെ ഒരു കട്ട് ഉണ്ടാകും. അപ്പം ഈ ഒരു കട്ടും കൂടിയാണ് ഫ്യൂഷൻ നടക്കുന്നത്. ലിഗേസ് എൻസൈം അറിയാലോ നമുക്ക്, മോളിക്കുലാർ ഗ്ലൂ അല്ലെങ്കിൽ ജെനറ്റിക് ഗ്ലൂ എന്ന് പറയുന്നതാണ്. ഈ കട്ട് ചെയ്ത സ്റ്റിക്കി എൻസൈമിനെ ജോയിൻ ചെയ്യാനാണ് DNA ലൈഗേസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലൈഗേസ് എൻസൈം യൂസ് ചെയ്യുന്നത്. DNA പോളിമറൈസ് ആർ ദ എൻസൈം ഹെൽപ്പ് ഇൻ റെപ്ലിക്കേഷൻ ഓഫ് DNA ഡബിൾ സ്റ്റാൻഡേർഡ് കട്ട് ചെയ്ത് ഓരോ പുതിയ സ്ട്രാൻഡ്സ് ഉണ്ടാക്കി ഒരു DNA നിന്നും 2 DNA അങ്ങനെ റെപ്ലിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം. അപ്പോൾ ഈ എൻസൈംസുകളൊക്കെ എന്താ ടൂളായിട്ട് വരുന്നവരാണ് കേട്ടോ. റെസ്ട്രിക്ഷൻ എൻസൈം ആയിക്കോട്ടെ, പോളിമറൈസ് ആയിക്കോട്ടെ, ലൈഗേസ് എൻസൈം ആയിക്കോട്ടെ, വെക്റ്റർ ആയിക്കോട്ടെ, ഹോസ്റ്റ് ഓർഗാനിസം ആയിക്കോട്ടെ, ഇവരൊക്കെ ആ DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് എന്നും കൂടെ ഓർത്ത് വെക്കാം. ദെൻ ക്ലോണിംഗ് സൈറ്റ്, ഇത് നിങ്ങൾ പഠിക്കുമ്പം ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. ഈ ഫിഗർ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം ദിസ് ഇസ് എ ക്ലോണിംഗ് വെക്റ്റർ. ഈ സ്പെസിഫിക് സാധനമൊക്കെ ലേബിൾ ചെയ്ത് തന്നെ ചോദിച്ചുകൊണ്ട് നമുക്കറിയാം ഇത് ഏതാണ് PBR 322 ആണ്. റൈറ്റ്, 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അത് നമുക്കറിയാലോ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്ടബിൾ മാർക്കർ, ക്ലോണിംഗ് വെക്ടേഴ്സ് ഉണ്ടാവണം അല്ലെ, ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ടാവണം. അപ്പം അതിൽ BAM-H1, SAL1, ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ കാണാം, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ്. ഇതാണ് ROP എന്താണെന്നും ചോദിക്കാറുള്ളതാണ്. പ്രത്യേകം ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പെസിഫിക് സൈറ്റ് ആണ് എന്താ ROP എന്ന് പറയുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം തന്നെ ലേബൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
അപ്പം വെക്ടർ ക്ലിയർ ആയിട്ടുണ്ട്. ദെൻ അടുത്തതാണ് നമ്മുടെ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസസ് അല്ലേ. അപ്പം ഇതിൽ നിങ്ങൾക്ക് അറിയാം ഇവിടെയാണ് നമ്മുടെ വെൽസ് ഉള്ളത്. വെൽസിൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആണ് നമ്മുടെ DNA ചാർജ് ആൻഡ് ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ആനോഡ് ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ഇവിടെ നമ്മൾ മീഡിയം യൂസ് ചെയ്തിരിക്കുന്ന അഗാറോസ് ജെൽ. അഗാറോസ് ജെൽ എവിടെ നിന്ന് കിട്ടുന്നത്? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രാസിലിയറെ ജെലിഡിയം പോലത്തെ റെഡ് ആൽഗയിൽ നിന്നാണ് അഗാറോസ് ജെല്ല് കിട്ടുന്നത്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നും കൂടി പഠിച്ചു വെക്കുക. സീവിങ് ഇഫക്റ്റ് കേട്ടോ. അഗാറോസ് ജെല്ല് നമ്മളെ സഹായിക്കുന്നത് സീവിങ് എഫക്റ്റിനാണ്. അതിൽ നിന്ന് അരിച്ച DNA എടുത്ത് സൈസിനനുസരിച്ച് അലൈൻ ചെയ്യാനാണ്. സ്മോളസ്റ്റ് ഫ്രാഗ്മെന്റ് ഫാർദസ്റ്റ് മൂവ് ചെയ്യും എന്നുള്ള പോയിന്റും കൂടെ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞ് ഈ അഗാറോസ് ജെല്ലിൽ നിന്ന് DNA സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണെന്ത് എല്യൂഷൻ എന്ന് മനസ്സിലാക്കി വെക്കണം. ആൻഡ് നമ്മൾ ഇതിനെ കാണാൻ ഒബ്സർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ എത്തഡിയം ബ്രോമൈഡ് ആണ്. ആൻഡ് എത്തഡിയം ബ്രോമൈഡ് വിസിബിൾ ആയിട്ട് കാണില്ല, നമ്മുടെ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ കാണിച്ചാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ. ദെൻ PCR ടെക്നിക്കും ഇതേ ചിത്രം തന്നിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഡീനാച്ചുറേഷൻ അലിനിൻ എക്സ്റ്റൻഷൻ ആണ് യൂസ് ചെയ്യുന്ന എൻസൈം ഓർത്ത് വെക്കുക. ടാഗ് പോളിമറേസ് എൻസൈം ആണ്. ഓർഡർ ഓർത്ത് വെക്കണം. നമ്മൾ 30 സൈക്കിൾ കഴിയുമ്പോൾ 1 ബില്യൺ കോപ്പീസ് ഓഫ് DNA ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ബയോറിയാക്ടർ. ബയോറിയാക്ടർ തന്നാൽ നമുക്കറിയാലോ ലാർജ് വോളിയത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് ബയോറിയാക്ടർ എന്ന് പറയുന്നത്. യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജ് വോളിയത്തിൽ കൾച്ചർ ചെയ്തെടുക്കാം. പിന്നെ അതിൽ തന്നെ സാമ്പിൾ ടെക്നിക്കും ഓരോ സാമ്പിൾ ഓരോ ടൈമിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ടെസ്റ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. PCR ഇതേ ചിത്രം തന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പം ഐഡന്റിഫൈ ദ പ്രോസസ്, സ്റ്റെപ്പ്, പ്രൈമർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രോസസ് അറിയാം, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഡീനാച്ചുറേഷൻ അലിനിൻ എക്സ്റ്റൻഷൻ ആണ് പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് പ്രൈമർ എന്താണെന്ന് ഓർത്ത് വെക്കുക. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയോടൈഡ്സ്. ഇത് അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ്സ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ആർ കോംപ്ലിമെന്ററി ടു ദ റീജൻസ് ഓഫ് DNA. DNA കോംപ്ലിമെന്ററി ആയിട്ട് കാണുന്നതും കൂടിയാണ് എന്നും കൂടെ പഠിച്ചു വെക്കണം. ഈ പ്രൈമർ 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. ദെൻ മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആപ്ലിക്കേഷൻ, ബയോടെക്നോളജി ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഇത് നമുക്കറിയാലോ, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബയോടെക്നോളജി വഴി നമ്മൾ പ്രിപ്പയർ ചെയ്ത BT കോട്ടൺ ആണ് അല്ലേ. BT കോട്ടൺ ആണ്. ആൻഡ് ഇവിടെ ഓരോ ഇൻസെക്റ്റിന്റെ ഓർത്ത് വെക്കണേ. ക്രൈ 1 AB-ക്കാണ്. കോൺ ബോററിനെതിരെ ക്രൈ 1 AB ആണ്. കോട്ടൺ ബുൾവാമിനാണ് ക്രൈ 1 EZ ആൻഡ് ക്രൈ 2 AB ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. ആൻഡ് ദിസ് ഈസ് അവർ ഇൻസുലിൻ അല്ലേ. ഇത് നമ്മുടെ പ്രോ ഇൻസുലിൻ ആണ്. ആദ്യത്തേത് പ്രോ ഇൻസുലിൻ ആണ്. രണ്ടാമത്തേത് മെച്ചുവർ ഇൻസുലിനുമാണ്. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെക്കുക. ആൻഡ് ഇനി നമ്മൾ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനിലേക്ക് വരുമ്പോൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ തന്നെ ഏജ് പിരമിഡ് ചോദിക്കാറുണ്ട്. എക്സ്പാൻഡിങ് എന്ന് പറയുമ്പോൾ ടോപ്പിൽ നമ്മൾ സാധാരണ പറയുന്ന പിരമിഡ് കയറി സ്റ്റെപ്പ് പോലെ പോകുന്നതാണ് എന്ത് നമ്മുടെ എക്സ്പാൻഡിങ്. അവിടെ പ്രീ റീപ്രൊഡക്റ്റീവ് ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത് ഓർത്ത് നോക്കുക. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ പ്രീ റീപ്രൊഡക്റ്റീവും ഒരേ ലെവലിലാണ് നിൽക്കുന്നെങ്കിൽ അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ആയിരിക്കും. സ്റ്റേബിൾ പിരമിഡ് ആണ്. ഡിക്ലൈനിങ് എന്ന് പറയുമ്പോൾ പ്രീ റീപ്രൊഡക്റ്റീവ് ഏറ്റവും കുറവാണ്. അതാണെന്ത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ. പ്രീ റീപ്രൊഡക്റ്റീവ് ഫേസ് ഓർത്ത് വെച്ചാൽ 3 നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഏജ് പിരമിഡ്സ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊന്നാണ് നമ്മുടെ ഈ ഒരു ഡയഗ്രാം തന്നിട്ട് ചോദിക്കും. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ. അതിൽ എത്രത്തോളം ചേഞ്ചസ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി പറയുന്നത്. അപ്പോൾ അതിനെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഇത് നെയ്റ്റാലിറ്റിയും ഇമിഗ്രേഷനും. മൈനസ് ഡിക്രീസ് ചെയ്യുന്ന പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്ന ഫാക്ടറാണ് മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ എന്ന് ഓർത്ത് വെക്കുക. ഇനി ഇക്വേഷൻ പഠിക്കേണ്ടതാണ്. NT+1 = NT+B+I - D+A. അപ്പോൾ ഇവിടെയൊന്നും ഡയഗ്രാം അല്ല, ഈ തരത്തിലുള്ള ഇല്ലസ്ട്രേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, പോപ്പുലേഷൻ ഡെൻസിറ്റി A നേറ്റാലിറ്റി, B മോർട്ടാലിറ്റി, C ഇമിഗ്രേഷൻ ആൻഡ് D എമിഗ്രേഷൻ ആണ്. A ആൻഡ് D കണ്ടെത്താനാണ് പറഞ്ഞത്. ആൻഡ് ഇവിടെ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. NT+1 = NT+B+I - D+E. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായാലും പഠിക്കണം, അതിൽ ഓരോ വാക്കുകളും. ഡിഫൈൻ നെറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഇമിഗ്രേഷൻ. ഡിഫൈൻ ചെയ്യാൻ അറിയാലോ. നമ്പർ ഓഫ് ബർത്ത് പെർ യൂണിറ്റ് ടൈം ആണ് നെറ്റാലിറ്റി. നമ്പർ ഓഫ് ഡെത്ത് ആണെങ്കിൽ അത് മോർട്ടാലിറ്റി. ഇമിഗ്രേഷൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡഡ് ടു ന്യൂ ഹാബിറ്റാറ്റ് അല്ലേ. വേറെ ഏതോ ഹാബിറ്റാറ്റിൽ നിന്ന് നമ്മുടെ ഹാബിറ്റാറ്റിലേക്ക് ആഡ് ഓൺ ചെയ്യപ്പെടുന്നതാണ് ഇമിഗ്രേഷൻ. നമ്മുടെ ഹാബിറ്റാറ്റിൽ നിന്ന് വേറൊരു ഹാബിറ്റാറ്റിലേക്ക് പോകുന്നതിനെ നമ്മൾ എമിഗ്രേഷൻ എന്നും പറയാം. അപ്പോൾ അത് ഡെഫിനിഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് ഗ്രാഫുകളാണ്. നമുക്കറിയാം, ആദ്യത്തേതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. J ഷേപ്ഡ് ആണ്. J ഷേപ്പിൽ പോകും. എന്നാൽ രണ്ടാമത്തേതാണ് ലോജിസ്റ്റിക് ഗ്രോത്ത്. ലോജിസ്റ്റിക് ഗ്രോത്ത് നിങ്ങൾ നോക്കിയേ, കറക്റ്റ്
ലോജിക്കലാണ് അല്ലെ. ഇവിടെ സീറോയിൽ നിന്ന് പോകുന്നു, പിന്നെ ഒരു ലാഗ് ഫേസ്, പിന്നെ ഒരു സ്റ്റേബിൾ ഫേസ്. ഇവിടൊക്കെ എന്താണെന്ന് ചോദിക്കാറുണ്ട്, ക്യാരിങ് കപ്പാസിറ്റി ആണെന്ന് ഓർത്ത് വെക്കുക. സോ എക്സ്പോണൻഷ്യലിന് ജെ ഷേപ്പ് ആണ്, ലോജിസ്റ്റിക്കിന് എസ് ഷേപ്ഡ് ആണെന്നും മനസ്സിലാക്കി വെക്കുക. ആൻഡ് ഇക്വേഷൻ dn/dt = Rn എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് വരുന്നതാണ്. ലോജിസ്റ്റിക് ആണെങ്കിൽ dn/dt = Rn × k - n/k. വേൾഡ് ഹസ് പേൾ മോഡൽ എന്നും പറയും. ആൻഡ് ഇവിടെ R എന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആണ്. ക്വസ്റ്റ്യൻസ് കണ്ടല്ലോ. ഇതുപോലെ ഗ്രാഫ് തന്നിട്ട് നിങ്ങളോട് എ ബി ഏത് ഗ്രാഫാണ് ചോദിക്കും. എ എക്സ്പോണൻഷ്യൽ ആണ്, ബി ലോജിസ്റ്റിക് ആണെന്ന് അറിയാം. ആൻഡ് ഇതിൽ R ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആൻഡ് കെ എന്ന് പറയുന്നതോ ക്യാരിങ് കപ്പാസിറ്റിയുമാണ്. അടുത്തത് ഇന്ററാക്ഷൻ ചോദിക്കാതെ ഒരു പേപ്പർ പോവില്ല എന്ന് മിസ് പറഞ്ഞിരുന്നു. അപ്പൊ പോസിറ്റീവ് മ്യൂച്വലിസം ബെനിഫിഷ്യൽ ആണ് രണ്ടാക്കും. കോമ്പറ്റീഷൻ രണ്ടാക്കും നെഗറ്റീവ് ആണ് വരുന്നത്, ഹാംഫുൾ ആണ്. പ്രിഡേഷനും പാരസൈറ്റിസും ഒരാൾക്ക് ബെനിഫിഷ്യൽ മറ്റൊരാൾക്ക് ഹാംഫുൾ ആണ്. കമൻസാലിസം ഒരാൾക്ക് ബെനിഫിഷ്യൽ മറ്റൊരാൾ ന്യൂട്രൽ ആണ്. അമൻസാലിസമോ ഒരാൾക്ക് നെഗറ്റീവും മറ്റൊരാൾക്ക് ന്യൂട്രലുമാണ്. അപ്പൊ ഇത് ഇന്ററാക്ഷൻസും എക്സാമ്പിൾ ഓർത്ത് വെക്കണം. ഓർക്കിഡ്, ഒഫൈറസ്, ബീസ് മ്യൂച്വലിസം ആണ്. കാറ്റിൽ, എഗ്രറ്റ്, കമൻസാലിസം. ഇതൊക്കെ ഇല്ലസ്ട്രേഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുന്നതാണ്. സീ അനമോൺ, ക്ലൗൺ ഫിഷും കമൻസാലിസം ആണ്. ടിക്സ്, ഡോഗ്സ് പാരസൈറ്റിസം. കസ്ക്യൂട്ട, എഡ്ജ് പ്ലാന്റ് പാരസൈറ്റിസം. ടൈഗർ ആൻഡ് ഡീർ പ്രിഡേഷൻ. ഓക്കെ. ഇക്വേഷൻ വേൾഡ് ഹസ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്തിന് ഇക്വേഷൻ dn/dt = Rn × k - n/k ആണ്. ഇനി നമ്മുടെ ഇക്കോ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡീകമ്പോസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ പഠിച്ചു വെക്കുക. ഡെട്രീറ്റസിൽ നിന്ന് അവിടെ നമുക്കറിയാം ലീവ്സ്, ഫ്ലവേഴ്സ്, ആ ഡെഡ് ആയി റിമെയിൻസിനാണ് ഡെട്രീറ്റസ് എന്ന് പറയുന്നത്. അതിന് ഡികമ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ് ഡീകമ്പോസേഴ്സ് അല്ലെങ്കിൽ ഡെട്രിവോസ് എന്ന് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. സ്റ്റെപ്പ് ഓർഡറിൽ പഠിച്ചു വെക്കണം. പിന്നെ ഈ ഡയഗ്രാം ഒക്കെ തന്നിട്ട് ഡികമ്പോസിഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക. പിന്നെ നിങ്ങളോട് ടോപ്പിക് ലെവൽ ചോദിക്കും. ഓർത്ത് വെച്ചോളാം, എപ്പോഴും ഫസ്റ്റ് ടോപ്പിക് ലെവലിൽ പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും, സെക്കൻഡിൽ പ്രൈമറി കൺസ്യൂമർ ആയിരിക്കും, തേർഡിൽ സെക്കൻഡറി കൺസ്യൂമർ, ഫോർത്തിൽ ടെറിഷറി കൺസ്യൂമർ ആയിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കാം, ഫസ്റ്റ് ടോപ്പിക് ലെവലിൽ പ്ലാന്റ്സ്, ഹെർബിവോർ എപ്പോഴും സെക്കൻഡ് ടോപ്പിക് ലെവലിലാണ് വരിക. ദെൻ കാർണിവോർ, ടോപ്പ് കാർണിവോർ. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം ആണെങ്കിലോ ഫൈറ്റോ പ്ലാങ്ക്ടൺ, സൂപ്പ് പ്ലാങ്ക്ടൺ, ബേർഡ്സ്, മാൻ. ഈ രീതിയിലാണ് പോവുക. അപ്പൊ ടോപ്പിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ചെയിനിലെ ഓരോ ഓർഗാനിസത്തിന്റെയും പൊസിഷനെയാണ് മെയിൻ ചെയ്യുന്നത്. ടോപ്പിക് ലെവൽ ഓർത്ത് വെക്കാം. ദെൻ എനർജി ഫ്ലോ നമ്മൾ പറഞ്ഞിരുന്നു, എപ്പോഴും എന്താ യൂണി ഡയറക്ഷനിലാണ്, ലീനിയർ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഓരോ ടോപ്പിക് ലെവൽ കഴിയുമ്പോഴും ഹീറ്റായിട്ട് എനർജി ലോസ് സംഭവിക്കുന്നുണ്ട്. ഇവിടെയാണ് 10% റൂൾ നമ്മൾ ആപ്ലിക്കബിൾ ആവുന്നത്. അപ്പോൾ പിരമിഡും എനർജീൻ്റെ എപ്പോഴും എന്തായിരിക്കും, അപ്രൈറ്റ് ആയിരിക്കും. പിരമിഡ് ഓഫ് നമ്പർ ഉണ്ട്, എക്സാമ്പിൾ. ദെൻ പിരമിഡ് ഓഫ് ബയോമാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ kg/m² ആണെങ്കിൽ അത് ബയോമാസ് ആയിരിക്കും. നമ്പർ ആണെങ്കിൽ പിരമിഡ് ഓഫ് നമ്പർ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിരമിഡ് ഓഫ് ബയോമാസ്. എനർജി ആണെങ്കിൽ അത് ജൂളോ കിലോ ജൂളിലും ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഏത് പിരമിഡ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കുക. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും അപ്രൈറ്റ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇനിയുള്ള വീഡിയോസിലും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സൂപ്പർ 60 നിങ്ങൾ മറന്നു പോകരുത്. എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി കറക്റ്റ് 7:30 തന്നെ വരിക. അടിപൊളിയാക്കാം. സീ യു സൂൺ. ബൈ.